പോപ്പുലേഷൻ ഡിക്ലൈനിങ് ട്രെൻഡ് ആണെന്നും അറ്റ് ദ സെയിം ടൈം ഇന്ത്യയിൽ ഇപ്പോൾ ഇൻക്രീസിങ് ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം അത് 2031 എത്തുമ്പോൾ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് റേറ്റ് കുറയുന്നു. 2060 എത്തുമ്പോൾ അത് ഏറ്റവും പീക്കിലെത്തിയിട്ട് 170 കോടി ജനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവുന്നു. ദെൻ 2100 എത്തുമ്പോൾ അത് 157 വീണ്ടും കുറയും എന്നാണ് ഞങ്ങളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആസ് പെർ ലേറ്റസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. പോപ്പുലേഷൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മതിയായ റിസോഴ്സസും ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ അസറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇന്നോവേറ്റീവ് മൈൻഡ്സ് ഉണ്ടെങ്കിൽ സാർ ആ റിസോഴ്സസ് നമ്മൾ മതിയായി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. അപ്പോൾ ഇങ്ങനെ വേണ്ട എക്കണോമിക്സ് ടീച്ചർ പഠിപ്പിക്കുന്നത് വളരെ ശരിയാണ്. ഇന്ത്യയിൽ മതിയായ റിസോഴ്സസ് ഉണ്ട്, അത് യൂസ് ചെയ്ത് ജനപ്പെരുപ്പം ഉണ്ടായാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. റിസോഴ്സസ് അണ്ടർ യൂട്ടിലൈസ്ഡ് റിസോഴ്സസ് ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ ഈസ് ഓക്കെ. സി വെരി വണ്ടർഫുൾ എക്കണോമിക്സ്. ഒരു എക്കണോമിക്സ് ടീച്ചർ ഇത് പറയണമെന്നുള്ളതേ ഉള്ളൂ ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ മാത്രമല്ല സാർ, എന്നെ പഠിപ്പിച്ച സാറുമാരും ടീച്ചേഴ്സും എൻ്റെ തലമുറയിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഇത് തന്നെയാണ് നമ്മുടെ തലമുറയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഈ തിയറി, മോളുടെ പേരെന്താ? ശിവാനിക്ക് ഈ തിയറി അറിയാമായിരുന്നോ? ടീച്ചർ പറഞ്ഞ തിയറി യെസ് ഓർ നോ? നോ. ഈസ് നോട്ട് ആൻ എക്കണോമിക്സ് സ്റ്റുഡന്റ് സർ. ഫിസിക്സ് ആണ്. ടീച്ചർക്ക് ഐസക് ന്യൂട്ടനെ അറിയാമോ? യെസ്. ടീച്ചർ ഫിസിക്സ് ആണോ? നോ. നോ. അതായത് ഇപ്പോൾ ഇത് സബ്ജക്റ്റ് നോളജ് അല്ല, ഇത് ബേസിക്കലി. സർ ഇപ്പൊ സാർ പറഞ്ഞു ഈ ഫിസിക്സ് പഠിച്ച കുട്ടിക്ക് അറിയണില്ല, ബട്ട് എനിക്ക് ഐസക് ന്യൂട്ടനെ അറിയാന്ന് പറഞ്ഞു. സാർ ആ കൂട്ടത്തിലൊന്ന് സൂചിപ്പിച്ചു, ദാറ്റ് ഈസ് പത്രമാധ്യമങ്ങളുടെ റോള് സാർ സൂചിപ്പിച്ചു. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ എക്കണോമിക്സ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതെല്ലാം മാധ്യമങ്ങളിലൂടെ വരുന്നത്. അവര് ഫോർ എക്സാമ്പിൾ വിജയ് മല്യയുടെ കടം എഴുതി തള്ളി, അതുകൊണ്ട് ഇനി വിജയ് മല്യ അതൊന്നും റീപേ ചെയ്യേണ്ട എന്നുള്ളതാണ് നമ്മുടെ എല്ലാ മാധ്യമ സുഹൃത്തുക്കളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ആക്ച്വലി വിജയ് മല്യയുടെ കടമല്ല എഴുതി തള്ളിയത്, വിജയ് മല്യ ബാങ്കുകൾക്ക് കൊടുക്കാനുള്ള ബാങ്കിന്റെ NPA എന്ന് മാത്രമാണ് അത് എഴുതി തള്ളിയിട്ടുണ്ടായിരുന്നത്. ബട്ട് മാധ്യമങ്ങൾ അത് ശരിയായ രീതിയിലൂടെ ചിത്രീകരിക്കാത്തതുകൊണ്ടാണ് സാർ. അപ്പൊ മേ ബി ആ കുട്ടിക്ക് അത് അറിയാതെ പോയത് കുട്ടി വായിച്ചിരുന്ന മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം.